ഇന്ന് നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാവേ. നമ്മുടെ സ്വന്തം ചെമ്മീൻ ബിരിയാണിയെ ഇത്ര അടിപൊളി ടേസ്റ്റിൽ ഞാൻ എവിടുന്നും ബിരിയാണി കഴിച്ചിട്ടില്ല, നിങ്ങളും കഴിച്ചിട്ടുണ്ടാവില്ല. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്ത ചെമ്മീനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഒരു ബിരിയാണി പോട്ടിനകത്തേക്ക് ഉണ്ടല്ലോ ആവശ്യത്തിന് നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച സവോളയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അവിടെ ഇരുന്നിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില ഇട്ടിട്ട് ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഈ മിക്സിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബിരിയാണി മസാലയില്ലേ, ബിരിയാണി മസാലേൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം ഒക്കെ കൂടെ ഉള്ള ഒരു പാക്കറ്റ് കിട്ടുമല്ലോ, അത് പൊടിച്ചതിനാണ് ഈ ബിരിയാണി മസാല പൗഡർ എന്ന് പറയുന്നത്. അതും ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചതച്ച് വെച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ, ചതച്ച മിക്സിന് വേണ്ടിയിട്ട് ആ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെമ്മീൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒരു 50% നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് മസാല നമ്മൾ എടുത്തൊന്ന് മാറ്റി വെക്കുവാണ്. ഇത് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് മാറ്റി വെക്കുന്നത്. ഇത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഈ ഒരു നമ്മുടെ മസാലയ്ക്കകത്തേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ അതവിടെ വെന്തോട്ടെ. ഈ സമയം കൊണ്ട് ഒരു കുക്കറിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ച ബിരിയാണി അരി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അരി വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും നമ്മുടെ ഈ മാറ്റി വെച്ച മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കേട്ടോ. 2 വിസിൽ കഴിഞ്ഞിട്ട് കുക്കർ അങ്ങ് തണുത്ത് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്കിവിടെ സെറ്റായി കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ റൈസ് കുറച്ചായിട്ട് നമ്മുടെ ചെമ്മീൻ അപ്പോഴത്തേക്കും നമ്മുടെ വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് വിതറിയിട്ട് ഞാൻ തവിയുടെ മൂട് വെച്ച് ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോന്നേ അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കും. എന്നിട്ടങ്ങ് എടുത്ത് കഴിക്കണം. എൻ്റെ തീമ എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടാനാണല്ലോ ഫോളോ ചെയ്യണേ. ടാറ്റാ.